കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി കോളേജിൽ വന്ന വിവരം സ്റ്റീഫൻ സഹോദരനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരൻ പറയും, താങ്ക്സ് ചേട്ടാ, ഞാൻ ഇതിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേന് വേറൊരു ടീച്ചർ വന്ന് പറയും, പ്രിൻസിപ്പാൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, ലീവാണ്, എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇവിടുന്ന് ഒരു ഫോം തരാം, അത് പൂരിപ്പിക്കുക, എന്നിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക, എന്നിട്ട് അവിടെ ഒരു പരാതി കൊടുക്കുക, അതിന് ശേഷം വേണം ഇവിടെ വന്ന് വീണ്ടും അപേക്ഷിക്കാമെന്ന് പറയും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് കുട്ടി എന്ന് പറഞ്ഞയക്കും. എന്നാൽ ശരി, ഫോം തരാൻ പറയും. അപ്പോൾ പിന്നെ ആ കൂട്ടുകാരി ഇനി നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ എന്ന് അറിയാം. അപ്പോൾ ഫ്രണ്ട്സിനെ കാണണമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അവർ പലവിധ കാര്യങ്ങൾ ചോദിക്കും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങണ്. അപ്പോഴത്തേനും പുറത്തിറങ്ങിയിട്ട് നമ്മുടെ പ്രിൻസിപ്പാളിനെ കാത്തൊരിത്തിരി നേരം നിന്ന് അച്ഛൻ്റെ കരുത്ത് ആ സമയത്ത് പെട്ടെന്ന് നിധിയുടെ അടുത്തേക്ക് കാറ് കൊണ്ടിടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാസ്കരനെ ആരെന്ന് അറിയാണ്ട് ഭാസ്കരൻ പറയടാ, ഇങ്ങനെ ഉണ്ടാ വണ്ടി ഓടിക്കണത്, ഒരു പെൺകുട്ടിയല്ലേടാ വന്ന് നിൽക്കണത്, വേറൊരു കാറോടൊക്കെ എടുക്കണ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കും. താനൊന്ന് പോടോ എന്ന് പറയും. എടി നീ എന്താ വിചാരിച്ചേ, ഞങ്ങളെ തോൽപ്പിച്ച് നീ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നെന്നോ? നിനക്ക് ഞങ്ങളെ വേണ്ട, ഞങ്ങളെ പണം വേണം. ഞങ്ങളുടെ അച്ഛൻ എൻ്റെ അച്ഛൻ പണിയെടുത്ത് എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യം കൊണ്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് നിനക്ക് വേണോ അല്ലേ? നിങ്ങളുടെ അച്ഛന് മാത്രമല്ലല്ലോ, അച്ഛൻ്റെ പണത്തിൽ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ അവകാശം, എനിക്കും ഉണ്ടെന്ന് പറയും. ഞങ്ങളെ വേണ്ടാണ്ട് കാർ ഡ്രൈവറെ കൂടെ പോയ നിനക്ക് എന്തിനേണ്ടി നാണം കെട്ടോളം ഞങ്ങൾ പണം എന്ന് ചോദിക്കും. എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റിന് ഞാൻ വന്നത്, നീ അത് കൊണ്ടുപോയത് തന്നെ, നിനക്ക് കിട്ടിയത് തന്നെ, നീ അത് ഞാൻ തരാടി. അപ്പോൾ ഭാസ്കരൻ അതൊക്കെ കൈയും കെട്ടി നിൽക്കണ്. കാരണം സഹോദരനല്ലേ, അപ്പോൾ അത് അങ്ങനെ അതിന് വിടുമ്പോൾ മാത്രം ഇടപെടാമെന്ന് വിചാരിച്ച് നമ്മുടെ ഭാസ്കരൻ കൈയും കെട്ടിങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോൾ സഹോദരൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കണം. നിങ്ങളും കോളേജിൽ പഠിച്ചത്, നിങ്ങൾ അച്ഛൻ്റെ ചിലവിലല്ലേ പഠിച്ചത്, നിങ്ങൾക്ക് എന്താ നാണോ മാനോ ഇല്ലേ, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ എന്ന് ചോദിക്കും. മര്യാദയ്ക്ക് അല്ലെങ്കിലേ നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറ്റുന്നറിയാം. ആ ഡ്രൈവർ തണ്ടിൻ്റെ കൂടെ നീ ജീവിച്ചു തുടങ്ങിയപ്പോൾ നിനക്ക് പോലീസ് സ്റ്റേഷനൊന്നും പുത്തരി അല്ലാണ്ടായല്ലേടി, വീട് കോളേജ് എന്ന് പറഞ്ഞ് വന്നിരുന്ന പെണ്ണാണ് ഇപ്പോൾ നാണം കെട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് നിധിയുടെ കവളത്തേക്ക് ഒരെണ്ണം കൊടുക്കും. അപ്പോൾ ഭാസ്കരൻ കണ്ടു നിൽക്കില്ല. ഭാസ്കരൻ ഓടി വന്നു കഴിഞ്ഞിട്ടാ, നീ എന്താടാ ചെയ്തത്, ഇങ്ങനെയാടാ പെൺകുട്ടികളോട് പെരുമാറണമെന്ന് ചോദിച്ച് കാരണക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കും. അപ്പോഴത്തേനും നീ എന്നാ ഞങ്ങളുടെ സാറിനെ തല്ലിയോടാന്ന് ചോദിച്ച് ആ സഹോദരൻ്റെ ഗുണ്ടകൾ വന്ന് ഭാസ്കരനെ അടിക്കാൻ നോക്കി. നിനക്കും വേണമെന്ന് ചോദിച്ച് 2 പേർക്കും മാറി മാറി കൊടുക്കും. അങ്ങനെ ഭാസ്കരൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കിട്ടിയപ്പോൾ നമ്മുടെ നിധിയുടെ സഹോദരന് ഭയങ്കര അപമാനമാവും. വേഗം കാറിൽ കയറി കഴിഞ്ഞിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഭാസ്കരനെ അങ്ങോട്ട് കുത്താൻ നോക്കും. ഒരുപാട് തടയുന്നുണ്ട്. ആങ്ങളനെ പിടിച്ച് ഉന്തുനൊക്കെ ഉണ്ട്, അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. നിധി അപ്പോഴത്തേനും കുത്തിയെന്ന് വിചാരിച്ചിട്ട് തലയിൽ കൈ വെച്ച് കണ്ണടച്ചിങ്ങനെ കരയിന്. അപ്പോഴത്തേനും ഭാസ്കരൻ ആ കത്തി തടഞ്ഞിട്ടുണ്ടാവും. കൈ മുറിയും ഭാസ്കരൻ്റെ, പക്ഷെ കത്തി തടയും. എന്നിട്ട് ഭാസ്കരൻ അയാളെ വയറ്റത്തേക്ക് നോക്കിയൊരു ചവിട്ട് കൊട്ടും. അപ്പോൾ അയാൾ അവിടെ നിന്ന് വീണ്ടും പാഞ്ഞു വരും. അപ്പോഴത്തേനും കോളേജ് അധ്യാപകരും മറ്റുള്ളവരൊക്കെ ഇടപെടും. ഇതേ തെരുവ് എന്നല്ല, നിങ്ങൾ പുറത്ത് പോയി അടികൂടണം, ഇവിടെ ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കും. അങ്ങനെ ഭാസ്കരനെ കൈ കാണുമ്പോൾ അച്ഛൻ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ, വേഗം ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയും. അതൊന്നും സാരില്ല മോള് പേടിക്കേണ്ടെന്ന് പറയും. പക്ഷേ നിധി നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഭാസ്കരൻ്റെ കൈ അവിടെ സ്റ്റിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, പേഷ്യൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. പേഷ്യൻ്റെ പേര് ഭാസ്കരൻ, വയസ്സ് ഒരു 63 എഴുതിക്കുമെന്ന് പറയും. നിങ്ങളുടെ ആരാ, അച്ഛനാണോ എന്ന് ചോദിക്കും. അല്ല, പിന്നെ ആരാന്ന് ചോദിക്കും. ഭർത്താവിൻ്റെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാസ്കരന് ചെറിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഡോക്ടർ കൈ സൂക്ഷിക്കണം, ഇൻഫെക്ഷൻ ആവാതെ നോക്കണം. ഇത്തിരി മുറിഞ്ഞിട്ടുള്ളൂ മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇത്തിരി ഒന്നുമല്ല, നല്ല ആഴമുണ്ട്, 3 സ്റ്റിച്ച് ഉണ്ടെന്ന് പറയും. 3 സ്റ്റിച്ച്. ഭാസ്കരന് അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ. എന്നിട്ട് നിധി മരുന്നൊക്കെ കറക്റ്റായിട്ട് മേടിച്ച് പെയിൻ കില്ലറും എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കാറിൽ കയറും. എന്നിട്ട് അച്ഛനോട് വേദനയുണ്ട് അതിന് മുന്നേ തന്നെ അച്ഛനെ സ്വന്തം സീറ്റിലാണ് ഇരുത്തുന്നതും അച്ഛൻ്റെ കൈ പിടിച്ചതും ഒരുപാട് ബ്ലഡ് പോകണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവറെ ചീത്ത പറഞ്ഞ് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണതും ഒക്കെ നിധി തന്നെയാണ്. ഭാസ്കരനെ അങ്ങനെ താങ്ങി പിടിച്ചൊക്കെ ഇരുത്തണൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഡ്രൈവറെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. ഡ്രൈവർ പാട്ട് വയ്ക്കാൻ പറയും. പാട്ട് വയ്ക്കുമ്പോൾ കൊള്ളാത്ത പാട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തൊട്ട് പാട്ടിടാന്നൊക്കെ പറയും. അച്ഛൻ ഞാൻ ഫോണിൽ പാട്ട് വയ്ക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഫോണിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കില്ല, പെട്ടെന്ന് ഭാസ്കരൻ ഒച്ചെടുക്കും. നോക്കിയപ്പോൾ അമ്മ മനസ്സ് തങ്ക മനസ്സെന്നുള്ള പാട്ടാണ് വെച്ചത്. എന്തുകൊണ്ടാണ് അറിയില്ല, ഭാസ്കരൻ പെട്ടെന്ന് ഡ്രൈവർ ദേഷ്യപ്പെടും. പാട്ട് കേട്ടിട്ടല്ലായിരുന്നു, ഡ്രൈവർ പെട്ടെന്ന് കണ്ണടച്ച് പോയി, ഉറങ്ങിപ്പോയി. എടാ, കണ്ണടച്ചുകൊണ്ടാണ്ടാ നീ വണ്ടി ഓടിക്കുന്നത്, ഞങ്ങൾ വണ്ടി വല്ല പാണ്ടി ലോറിയുടെ അടിയിൽ പോയാൽ ആരോട് സമാധാനം പറയോടാ, ഇങ്ങനെയുണ്ടാ നീ ഡ്രൈവർ, നീയാണോടെ ഒരു ഉത്തമ ഡ്രൈവർ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നു. സോറി ചേട്ടാ, ബിരിയാണി ഇന്നപ്പോൾ തുടങ്ങിയാണ്, ബിരിയാണി എപ്പോഴല്ല തിന്നത്,
ഇപ്പോഴാണ് ഉറങ്ങണേന്ന് പറയും. ഇനി ഒരു കാര്യം ചെയ്യും, കട നിർത്തി കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു കട കാണുമ്പോൾ ഡ്രൈവർ ചായ കുടിക്കാൻ പോകും. അന്നേരം നമ്മുടെ നിധി അച്ഛനോട് ചോദിക്കുന്ന വെച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമെന്ന് പറയും. ഇപ്പോൾ ചോദിക്കും മോളെ, വിഷമമൊന്നും ആവരുത്, ഇഷ്ടക്കുറവാവരുത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയും. ആ ശരി നീ ചോദിക്കുകയെന്ന് പറയും. അച്ഛൻ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വൈഫിനെ കൊന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഭാസ്കരൻ ആദ്യമൊന്നും മിണ്ടൂല. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ പറയും, അതെ ഞാൻ അവളെ മാത്രമല്ല ഒരുപാട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഇടയിൽ തടസ്സമായിട്ട് വരുന്ന എല്ലാവരെയും ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിധി വീണ്ടും ആകെ പേടിച്ചിരിക്കുന്നു. അതിനുശേഷം സുധീഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണ്. നീ ഹരീഷിനോട് പറയുന്നുണ്ട്, എടാ കാണില്ലടാ, അവർ നിയമം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഈ നേരമായിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയും. ഇങ്ങോട്ട് വരൂലേ അവളെന്നൊക്കെ ചോദിക്കും. ആ പറ്റിച്ച് കൊണ്ടുവന്നതല്ലേ, വിട്ടേച്ച് പോകുമെന്ന് വിചാരിച്ചിട്ടുള്ള പേടിയുള്ളതെന്ന് പറയും. എടാ നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടൊന്നല്ല. അതെ ഇതിനാണ് പറയുക പ്രണയെന്ന്. കാണാണ്ടാവുമ്പോൾ കണ്ട എൻ്റെ മനസ്സ് പടയ്ക്കുന്നത്. അതെ മൂരി പോലത്തെ ആയി, അതായത് മൂരി പോലത്തെ സ്വഭാവമുള്ള നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാന്ന് പറയും. ഓ എനിക്ക് ഇയാളത്തെ നല്ല ഹൃദയമൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഹൃദയം തന്നെ ഉള്ളത് തന്നെ ധാരാളം എന്നൊക്കെ പറയും. അങ്ങനെ 2 പേരും കൂടെ 1 2 പറഞ്ഞ് തല്ലുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ് വരുന്നുണ്ട്, അതേ കാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് 2 പേരും ഇറങ്ങും. അങ്ങനെ ഭാസ്കരൻ ഇറങ്ങണപ്പോൾ കൈമേലെ മുറിവ് കാണണം. അയ്യോ അച്ഛാ അതെന്ത് പറ്റി, കാറോടെയും കൊണ്ട് ഇടിച്ചാടാ നീ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. അതൊന്നും അല്ല എന്ന് പറയും. അതൊന്നും ഇല്ലടാ വാ എന്ന് പറയും. അങ്ങനെ വായു അകത്ത് പോയാൽ എന്നിട്ട് സംസാരിക്കാമെന്ന് നിധി പറയും. അപ്പോഴത്തേനും സുഭാഷും എല്ലാവരും വന്ന് ചോദിക്കും, എന്ത് പറ്റിയാച്ചാ കൈ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഡ്രൈവർ പറയുന്നുണ്ട്, അപ്പോൾ അവനോട് നിൻ്റെ ഭാര്യയുടെ ആങ്ങളെ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറയും. എന്നിട്ട് അയാളെ പറഞ്ഞയക്കും. അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ പറയും, ഇതിനൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിധി പറയും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ അടി കൊണ്ടത്, അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ല അച്ഛൻ ഈ കുത്ത് കൊണ്ടത് അച്ഛൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തൻ്റെ ചേട്ടൻ എന്താടോ ഇങ്ങനെ ഗുണ്ടേനി കത്തിയൊക്കെ ആയിട്ടാണ് റോട്ടിലൂടെയൊക്കെ നടക്കണേ, കാറിൽ കത്തി വെച്ചിട്ടാണോ നടക്കണേന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് തന്നോട് ഞാൻ പറഞ്ഞത് കൂടെ ഞാനും പോരാന്ന്, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധിക്ക് തൻ്റെ തെറ്റൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും നിധി ഒന്നും മിണ്ടാതെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.